ശരി, അമ്മ മാത്രം പോകാട്ടാ, സ്വത്ത് വരണ്ട അത്താണിക്ക്. അറിയാണ്ട് വരണം, സ്വത്ത് അത്താണി വരുന്നല്ലയോ. ഇതാണ് ഞങ്ങളുടെ തറവാട് അത്താണി ഹോസ്പിറ്റൽ. കൊയിനാമ്പാറ ടൗണിൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റലാണ് അത്താണി ഹോസ്പിറ്റൽ. അനിലേട്ടൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളത്. തറവാടെന്ന് പറയാൻ കാരണം സ്വത്തുവിന് 1 വയസ്സ് മുതൽ ട്രീറ്റ്മെൻറ്റ് ഫീവർ വന്നാലും ഡോക്ടർ ലെസ്ലി ജോർജാണ് നല്ല രീതിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കുട്ടികളിനൊക്കെ നല്ല അട്രാക്റ്റ് ചെയ്യുന്ന ഡോക്ടറാണ്. പ്ലേ സ്റ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കുട്ടികൾ വെയിറ്റ് ചെയ്യാൻ നല്ല സൗകര്യമുള്ള ഡോക്ടറാണ്. അടുത്തതായിട്ട് അനിലേട്ടന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവൻ്റെ കമ്പനി ഒരു മോട്ടോർ ബ്ലാസ്റ്റായിട്ട് 2 കൈയും തമ്മിൽ ഉരുകി ഒരുപാട് സ്കിന്നൊക്കെ നല്ലോണം ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ശിവമണി ആണ് കൺസൾട്ട് ചെയ്തത് അത്താണി ഹോസ്പിറ്റലിൽ. നല്ല രീതിക്ക് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തന്ന് നല്ല പ്രായമുള്ള ഡോക്ടറാണ്. നല്ലോണം സംസാരിച്ച് നല്ല എൻകറേജ് ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്ത് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഡോക്ടറാണ്. ഇപ്പോൾ അത്താണി ഹോസ്പിറ്റലിലേക്ക് വരാൻ കാരണം എൻ്റെ അമ്മയ്ക്ക് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ബസ് തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് അമ്മ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ല് പൊട്ടിയിട്ട് ഡോക്ടർ ഗിരിപ്രസാദ് പാലക്കാടിലെ ബെസ്റ്റ് ഡോക്ടറാണ്. ഈ അത്താണി ഹോസ്പിറ്റലിൽ നല്ലോണം തിരക്ക് വരാൻ കാരണം ഡോക്ടർ ഗിരിപ്രസാദാണ്. ചെറിയ കുട്ടികളിൽ നിന്ന് പ്രായമാകുന്ന മുതിർന്നവർ വരെ എല്ലാവരും കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറാണ്. എല്ലിൻ്റെ ബോണിൻ്റെ കാര്യത്തിന് മസില് അങ്ങനെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ്. ഗിരിപ്രസാദ് സാറ് ഫുൾ എൻകറേജ് ചെയ്യലും അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ്. സിംഗിൾ പാരൻറ്റഡാണ് ഞങ്ങൾ. അങ്ങനെ ഓപ്പറേഷൻ സക്സസ്ഫുള്ളായി. പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, ഗ്രിപ്പും വെച്ചിട്ടുണ്ട്, സ്ക്രൂ ചെയ്തിട്ടുണ്ട്. കുട്ടികളെ പോലെയാണ്, ഫുള്ളായി കെയർ കൊടുത്ത് നോക്കുന്നുണ്ട്. എല്ലാവരുടെ സപ്പോർട്ട് കിട്ടിയാണ്. ദൈവത്തിനോട് ഒരുപാട് താങ്ക് യു സോ മച്ച്. താങ്ക് യു.